Hello my guys, Assalamu alaikum warahmatullahi wabarakatuh. Welcome to our vlog. Today I am talking about digital technology. അതായത് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കാലത്തെ സാങ്കേതിക വിദ്യകൾ, അതിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം ജീവിക്കുന്ന ഈ ഒരു യുഗം, അതായത് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ ഡിജിറ്റലായി വിപ്ലവാത്മകമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നൊരു യുഗത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ വരെ ഇന്ന് 10ാം ക്ലാസ് പാസ്സായാലും അല്ലെങ്കിൽ 5ാം ക്ലാസ് പാസ്സായാലും എല്ലാവരും വാങ്ങിക്കൊടുക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. അതിൽ അവർ കളിച്ച് പിന്നീട് അതിലേക്കൊരു റവന്യൂ കിട്ടുമെന്നൊക്കെ ചിന്തിച്ച് വർക്കിന് പോകാതെ ജീവിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ ഇടയിൽ ഇന്ന് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഡിജിറ്റലിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ കുറേ കാര്യങ്ങൾ മനോഹരമായി തന്നെ കാണാൻ പറ്റും. എല്ലാം ഡിജിറ്റലായി എൻഗേജ് ചെയ്യാതെ നേരിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നേരിട്ട് തന്നെ അറിഞ്ഞാലേ അതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ സുഖം നമ്മളെ കണ്ണിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റൂ. ചെറിയ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറച്ചാൽ രക്ഷിതാക്കളുമായി ആക്രമണം എല്ലാം കുറഞ്ഞു വരും. പിന്നെന്താ, അതായത് ചെറിയ കുട്ടികളുടെ മൊബൈൽ ഉപകരണം കുറച്ചാൽ തന്നെ ഈ ഒരു വാർത്തകളിൽ നല്ലതായ കാര്യങ്ങൾ വർദ്ധിച്ചു വരും. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡിജിറ്റലിൽ +2ക്ക് ശേഷം, അതായത് ഇല്ലെങ്കിൽ 10ന് ശേഷം അല്ലെങ്കിൽ +2ന് ശേഷം പലതരം ഐഡിയാസും നമ്മൾക്ക് നേരിട്ട് ചെന്ന് അടുത്തെന്താ പഠിക്കണേ നേരിട്ട് ചെന്ന് ചോദിക്കലാണ് പതിവ്. പക്ഷേ ഈ ഒരു കാലത്ത് +2 കഴിഞ്ഞ ഉടനെ നമുക്ക് കോൾ വരികയാണ്, ഇതിൽ ജോയിൻ ചെയ്യും അതിൽ ജോയിൻ ചെയ്യും. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറി നോക്കുന്ന സമയത്ത് തന്നെ 2 സ്റ്റോറിക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ആഡ്സ്, അതായത് അഡ്വർടൈസ്മെൻറ്റ്. അതിൽ പോലും നമുക്ക് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിക്ക് വരെ ഈ ഒരു കാലം മാറി. അതുപോലെ തന്നെ ലൈബ്രറി, മുമ്പത്തെ കാലത്ത് ലൈബ്രറി എന്നത് നേരിട്ട് പോയി അവിടെ സമയം ചെലവഴിച്ച് നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് വായിച്ചു കൊണ്ടിരുന്ന കാലം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ തുറന്ന് ചെറിയൊരു ടൈപ്പിംഗ് കൊടുത്താൽ തന്നെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും അതിൽ കിട്ടാവുന്നതാണ്. അതിൽ തന്നെ കൂടുതലായും ഫീസ് അടച്ച്, അതായത് ഒരു പേയ്മെൻറ്റ് ചെയ്ത് ബുക്കുകൾ വാങ്ങാൻ പറ്റുന്ന രീതിക്ക് വരെ ഈ ഒരു പല വ്യക്തികളും ഇന്ന് ആശുപത്രിയിൽ ചികിത്സ അനുഭവിക്കുമ്പോൾ ഇപ്പോഴുള്ള കാലത്ത് എല്ലാവരും വീഡിയോ കോൾ ചെയ്ത് എന്താണ് സുഖം അല്ലെങ്കിൽ സുഖമായോ എല്ലാം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് വയസ്സായകൾ, അവരെ താറ്റി പറയുന്നതല്ല, എന്നാലും കുറച്ച് പ്രായമായ ആൾക്കാർ നോക്കിയ, എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പറ്റുമെന്നൊരു ഡൗട്ടാണ്. പക്ഷേ പണ്ടത്തെ കാലത്ത് നോക്കിയ ഫോണാണ്, സ്വിച്ച് ഫോൺ ഉണ്ടല്ലേ, ആ സ്വിച്ച് ഫോണിലാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് പ്രായമായവർക്ക് വരെ ടച്ച് ഫോണാണ് എല്ലാവരും കൊടുക്കുന്നത്. ഇപ്പോൾ ബർത്ത്ഡേ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വരുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് ഐഫോൺ. ഇപ്പോഴത്തെ കാലത്തിലേക്ക് കടന്നു വന്ന ഡിജിറ്റലിനെ മുമ്പ് 10 വർഷം 15 വർഷം മുമ്പ് പഠിച്ച കൂട്ടുകാർ വരെ പഴയ സ്നേഹബന്ധം നേരിട്ട് അറിയാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായി ഗ്രൂപ്പ് തുടങ്ങി, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതിലൊക്കെ ഗ്രൂപ്പ് തുടങ്ങി അതിലൂടെയാണ് സ്നേഹം അപ്പുറം പങ്കിടുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ കാലം പോലെ കുടുംബക്കാർ വരെ ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പായി അതിൽ കൂടിയാണ് എൻഗേജ് ചെയ്യുന്നത്. കല്യാണം പോലത്തെ ഇൻവിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളടക്കം ഇപ്പോൾ വരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. പണ്ട് ഏകദേശം 2000 1900 ആ ഒരു റേഞ്ചിലൊക്കെ നേരിട്ട് പോയി വിളിക്കുക, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡായി വീട്ടിൽ പോയി അവരെ നേരിട്ട് ക്ഷണിക്കുക, അതൊക്കെ ഇപ്പോൾ തട്ടിമാറ്റി ഇപ്പോൾ വരുന്നത് ഡിജിറ്റൽ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, അങ്ങനത്തെ ഓരോ തരം ലേനലുകളുടെയാണ് ഈ ഒരു യുഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരേ തരം ഒരു തരം അഡിക്ഷനിലൂടെയാണ് ഈ ഒരു കാലം മുന്നോട്ട് പോകുന്നത്. ഇത് ചിലത് നോക്കുമ്പോൾ നല്ലതും ചിലത് നോക്കുമ്പോൾ വളരെ മോശമായ രീതിക്കാണ് കടന്നു പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു
ഡിജിറ്റലിനെ അങ്ങ് മാറ്റി നിർത്തി നമ്മളെല്ലാവരും നമ്മൾ കൺമുന്നിൽ കാണുന്ന എല്ലാ തരം പ്രകൃതികളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.